നോർത്ത് ഈസ്റ്റ് യാത്രേൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഒരു പെട്ട ദിവസം കേട്ടോ. കള്ളം അടിച്ചു മാറ്റിൻ്റെ ബാഗ് സാധനങ്ങളൊക്കെ ഇതാ. ഞാൻ ഇന്നലെ രാത്രി ഇവിടെയാണ് ബൈക്ക് വെച്ചത്. ഇവിടെ ബൈക്ക് ലോക്കാക്കി വെച്ചു. ഇവിടെ ടെൻ്റ് അടിച്ച് താമസിച്ചു. രാത്രി എന്തോ ഒരു ബൈക്കിൻ്റെ സൗണ്ട് കേട്ടു. ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. ഇവിടുത്തെ ആളുകൾ എന്നോട് പറഞ്ഞു ഇവിടെ കടന്നു പറഞ്ഞത് ഹൈവേൻ്റെ വക്കാണ്. കണ്ടില്ലേ, ഹൈവേൻ്റെ വക്കാണ്. അപ്പോൾ ഇവിടെ ഒരു ബാഗ് കെട്ടി വെച്ചേന്നു. ബാഗ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഈ ബാഗിലേന്ന് വെച്ചത്. അത് എടുക്കലില്ല. ഇപ്പം ആ ബാഗും ഇല്ല. വണ്ടി ഇവിടെ മറിഞ്ഞ് കിടക്കുകയായിരുന്നു. ഞാൻ രാവിലെ വെച്ചാൽ ഇവരെ കട ഉണ്ട്, അതിന് വേണ്ടി മാറ്റി വെച്ചാണ് വിചാരിച്ചത്. അപ്പോൾ ആരോ സാധനങ്ങളൊക്കെ അടിച്ചു മാറ്റി പോയതാണ്. ഇവിടെ ലോക്ക് ചെയ്തേന്ന് വണ്ടി. ലോക്ക് ചെയ്തതുകൊണ്ട് വണ്ടി കിട്ടി. മറ്റേ ചങ്ങരട്ട് ലോക്ക് ചെയ്തതായിരുന്നു, അതുകൊണ്ട് വണ്ടി കിട്ടി. അല്ലെങ്കിൽ വണ്ടിയും പോയിരുന്നു. ഇതാണ് ഹൈവേൻ്റെ വക്കത്തൊക്കെ കടന്നുള്ള പ്രശ്നം. കണ്ടില്ല, ഇതാണ് ഹൈവേ. ഇത് സീറോന്ന് തവാങ്ക്ക് പോണ റോഡാണ്. കണ്ടില്ലേ, ഇവരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ ഇവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ കടയാണ്, പച്ചക്കറി കടയാണ് ഇവിടെ ഉള്ളത്. ആ ബാഗിലുണ്ടായിരുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കാണ്. ടെൻറ്റിൻ്റെ അടിയിൽ വിരിക്കാനുള്ള പ്ലാസ്റ്റിക്, അതുപോലെ കേബിള്, പ്ലഗ്, അങ്ങനത്തെ കുറച്ച് ടൂൾസുകൾ, സാധനങ്ങൾ, അങ്ങനത്തതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അത്യാവശ്യം എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ള സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ പോയി. എന്നാലും കാര്യപ്പെട്ട സാധനങ്ങളൊന്നും പോയിട്ടില്ല. പൈസയും സാധനങ്ങളും മെയിൻ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരുന്നു. അതുകൊണ്ട് അത് ഇവിടെ ഉണ്ട്. കണ്ടില്ലേ, ഇപ്പൊ സമയം 7:20. ഞാനിവിടെ എത്തിയത് ഒരു 6 മണിക്കാണ്. അപ്പോൾ അവിടെ ആളുകളൊന്നും ഉണ്ടായില്ല. അവിടെ കുറച്ച് ആളുകൾ തീക്കാഞ്ഞിരിക്കണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവരിവിടെ കടന്നോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ അവിടെ കടന്നത്. പഞ്ചർ കിറ്റ്, അതുപോലെ വണ്ടീൻ്റെ 3 കേബിള്, ക്ലച്ച്, ആക്സിലേറ്റർ, ബ്രേക്ക്, അങ്ങനത്തെ 3 കേബിള്, പിന്നെ ചാർജ് ചെയ്യുന്ന ഒരു കേബിൾ ഈ കിറ്റിലുണ്ടായിരുന്നു. അതിലും കൈയിട്ട് കണ്ട് അതും കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ പ്രാധാന്യമുള്ള സാധനം തന്നെയാണ്. പിന്നെ പ്ലെയർ, അത് ഓയിൽ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലെയർ എടുക്കലിട്ട് ആ പ്ലെയർ അതും പോയി. പിന്നെ കുറച്ച് ഓയിൽ ലീക്ക് ഉണ്ടായതുകൊണ്ട് ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കലുണ്ട്. ഒരു 200 ഓയിലൊക്കെ ഉണ്ടാവും അതിൽ, ഒരു ചെറിയ പാത്രത്തിൽ. അതൊക്കെ ആ ബാഗിലാണ് ഉണ്ടായിരുന്നത്, അതും പോയി. അങ്ങനെ കുറച്ച് കാര്യപ്പെട്ട സാധനങ്ങളൊക്കെ പോയി. ഇനിയിപ്പോൾ അതൊക്കെ വാങ്ങേണ്ടി വരും. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലത്തൊന്നും ഒരിക്കലും നിൽക്കരുത്. അപ്പം ഞാനിവിടെ ചോദിച്ചിട്ടൊക്കെ തന്നെ നിന്നത്. അവർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നിന്നു. പക്ഷെ ഇവിടെയൊക്കെ രാത്രി മിക്കവാറും എല്ലാവരും കള്ളുടിച്ചുകൊണ്ടൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ് ഇവിടെ മൊത്തം. ഈ നോർത്ത് ഈസ്റ്റ് പൊതുവേ അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം ആയി എല്ലാവരും കള്ളുടിക്കും, കാരണം തണുപ്പൊക്കെ ആയതുകൊണ്ട്. അപ്പം അങ്ങനെ ആരോ ചെയ്തതാണ്. അപ്പോൾ ആളുകളൊക്കെ ഉള്ള സ്ഥലത്ത്, നല്ല സേഫായ സ്ഥലത്ത് താമസിക്കാൻ നോക്കുക. ടെൻ്റ് അടിക്കുകയാണെങ്കിലും എന്താണെങ്കിലും. ഇപ്പം ഞാനിപ്പോൾ പെട്ടു, അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയണത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക എല്ലാവരും. ഞാനേ വെറുതെ കുറച്ച് ദൂരം ആ സൗണ്ട്, ബൈക്കിന്റെ സൗണ്ട് രാത്രി കേട്ടു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ വെറുതെ ഒന്ന് വന്ന് നോക്കാന്ന് വിചാരിച്ചതാ. അപ്പം അതാ സാധനങ്ങൾ ഇതാ മൊത്തം ഇവിടെ ഉണ്ട് കേട്ടോ. ഇതാ കിടക്കുന്ന റോട്ടില്, ഇത് കണ്ടില്ലേ. കാരണം ഇതിൽ വലിയ പ്രാധാന്യം ഇല്ല എന്ന് അറിയാം. കാരണം ഇതാ കേബിൾ ഉണ്ട്, ഇതാ കേബിള്, എൻജിൻ ഓയിലിന്റെ എൻജിൻ ഓയിൽ എടുത്ത് വെച്ചതുണ്ട്, കേബിളുണ്ട്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതാ മൊത്തത്തിലുണ്ട് ഇവിടെ. ഓ, ഏതായാലും കിട്ടിപ്പോയി. ഇത് കാര്യപ്പെട്ടൊരു സാധനമല്ലല്ലോ, അപ്പോൾ അത് കിട്ടിയിട്ട് വലിയ കാര്യമല്ല. അപ്പോൾ അവർ ഇവിടെ എറിഞ്ഞു പോയതാണ്. ഞാൻ വന്നു നോക്കി, ഏതായാലും ഗുണം ചെയ്തു. സാധനങ്ങൾ ഏതായാലും ഇവിടെ ഉണ്ട്. ഓ, രക്ഷപ്പെട്ട. ഏതായാലും ഞാൻ രാത്രി കടന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു 100-150 മീറ്റർ അത്ര ദൂരമുള്ളൂ. ഒരു 200 മീറ്ററിന്റെ ഉള്ളിലുള്ളൂ. അവിടെയാണ് ഇപ്പം ഈ സാധനം. അപ്പോൾ അവർ ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടാവും ഇതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോന്ന്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും അവർക്ക് വേണ്ട നല്ല സാധനങ്ങളൊന്നും ഇല്ലാന്ന്. അങ്ങനെ എറിഞ്ഞു പോയതാണ്. ഏതായാലും ചിന്നക്കള്ളന്മാരാണ്. രാത്രി കള്ളും കുടിച്ച് വന്നപ്പോഴേ വണ്ടി കണ്ടപ്പോൾ വണ്ടി എടുക്കാൻ നോക്കിയിട്ടുണ്ടാവും. അപ്പോൾ ലോക്ക് ചെയ്തപ്പോൾ വണ്ടി കിട്ടൂലെന്ന് കണ്ടപ്പോൾ ബാഗ് എടുത്ത് പോയതാണ്. അതൊക്കെ പറിച്ചെടുത്ത് പോയതാണ്. എന്തായാലും സേഫായി. ഇപ്പോൾ സാധനം കിട്ടി. അപ്പം കള്ളന്മാർക്കൊരു താങ്ക്സ്. പേരാണുള്ളത്.
പിന്നെ അവിടുന്ന് ചെപ്പ അങ്ങാടിയാണ് ട്ടാ കാണുന്നത്. അപ്പൊ വണ്ടി ഇതിലെങ്ങനെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇറക്കിയതാ. ആ വഴി കണ്ടില്ലേ, അതിലെങ്ങനെ കൊണ്ടുവന്നിട്ട് താഴത്തേക്ക് ഇറക്കി. ഇവിടുന്ന് ഒന്ന് കുളിക്കണഞ്ഞ്, കുളിച്ചൊന്ന് ഉഷാറായിട്ട് പോകണം. ഇതുപോലത്തെ നദികളൊക്കെ പല സ്ഥലങ്ങളിലും കാണാം. പക്ഷെ ഞാൻ ഇതുവരെയായിട്ട് അങ്ങനത്തെ സ്ഥലങ്ങളിലൊന്നും ഇറങ്ങി കുളിച്ചിട്ടില്ല. അപ്പൊ ഏതായാലും ഒരു നദിയിലൊക്കെ ഒന്ന് ഇറങ്ങി കുളിക്കാലോ, അതൊന്ന് അറിയാലോ അതിൻ്റെ അത്. വണ്ടി ഏതായാലും ഇവിടെ നിൽക്കട്ടെ, വണ്ടി കഴുകാനാവില്ല, വണ്ടിയിൽ നല്ല ചളി ഉണ്ട്. പക്ഷെ ഇപ്പൊ കഴുകണില്ല. അപ്പൊ കുളിച്ച് പിന്നെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഉണക്കാണ്ട്, മുമ്പ് അലക്കിയത് കുറച്ച് ഉണക്കാനും ഉണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ കുറച്ച് അലക്കും ചെയ്തു. അപ്പൊ അതൊക്കെ റെഡി ആയി പോവാൻ നോക്കട്ടെ. സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചതായിരുന്നു, ഒക്കെ അതേപോലെ തന്നെ റെഡിയാക്കി. ഇത് കുറെ ടൈം എടുക്കും ഇതൊക്കെ കെട്ടിക്കൂട്ടി വെക്കാനായിട്ട്. അങ്ങനെ ഇനി പോട്ടെ. ഇനി തവാങ്ങിൽ ഒറ്റയടിക്ക് എത്താൻ കഴിയൂല. അപ്പോൾ ദിരാങ്ങിൽ എവിടെയൊക്കെ ആയിട്ട് നിൽക്കണം. ഇതിലങ്ങനെ വന്നപ്പോഴേ റോഡ് സൈഡിൽ ഒരു സൺഡേ മാർക്കറ്റ് കണ്ടു. അപ്പൊ ഒന്ന് കയറി നോക്കുകയാണ്. ഇവിടെ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊരു വട പോലെ സംഭവമാണ്. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇത് മുട്ട ബജി അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെയാണ്. ഇത് കണ്ടില്ലേ, വട പോലെ സാധനമാണ്. ഇതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഫുള്ള് ഡ്രസ്സുകളാണ്. കണ്ടില്ലേ, ആ ഭാഗം ഫുള്ള് ഡ്രസ്സുകളൊക്കെയാണ്. मीनू पचकरी तो ये वाला कितना भैया 200 1 किलो का किलो 200 ये वाला सेम प्राइस ओके പച്ചക്കറി ഐറ്റംസ് എല്ലാ സാധനങ്ങളും ഉണ്ട് ഈ മാർക്കറ്റിലേ കുറച്ച് ആസാമിലുള്ളവരൊക്കെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ ഇവിടെ പച്ചക്കറി കടയൊക്കെ ആയിട്ട്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിങ്ങനെ വീഡിയോ കണ്ടു നിൽക്കുകയാണ്. കണ്ടില്ലേ, എന്ത് രസമാണ് ഈ വില്ലേജ് കാണാൻ. ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങനെ പിന്നെ ചാനലുണ്ടോന്നൊക്കെ ചോദിക്കും. അങ്ങനെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ. ഇപ്പൊ ഈ ബായിക്കൊക്കെ മലയാളം നന്നായിട്ട് അറിയും കേട്ടോ. ആലുവയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അതേമാതിരി ഇവരൊക്കെ ആലുവയിലൊക്കെ ജോലി ചെയ്ത ആൾക്കാരാണ്. മലയാളമൊക്കെ അറിയും. സൂര്യന്റെ ഷെയ്ഡിങ് കണ്ടില്ലേ, എന്താ സ്റ്റൈല് കാണാന്. ഇപ്പൊ തന്നെ കുറെ സ്ഥലങ്ങളിലൊക്കെ മഞ്ഞ് കൂടിയ പോലെ കാണാണ്ട്. ഇതുള്ളത് ബോംഡിലേലാട്ടോ. ഇവിടുന്ന് തവാങ്ങിക്ക് 175 കിലോമീറ്റർ ആണ്. ഇവിടുന്ന് കാണുന്ന കാഴ്ചകൾ കണ്ടോ, ഇത് കണ്ടില്ലേ, ബോംഡിലാണിത്. ഫുള്ള് ഹൈ റേഞ്ച് ആട്ടോ. ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ കാണാം. ഇവിടെ മെയിനായിട്ട് ബോംഡിലയിൽ കുറെ ബുദ്ധിസ്റ്റ് മൊണാസ്ട്രികളാണ്. പിന്നെ വരുന്ന വഴിക്ക് കുറെ ആർമി ക്യാമ്പുകളുണ്ട്. പിന്നെ നല്ല തണുപ്പാണ് ഇവിടെയൊക്കെ. ബോംഡില എന്ന് പറയുന്നത് 2415 മീറ്റർ ഉയരത്തിലാണ് കേട്ടോ. വെസ്റ്റ് കാമെങ് ഡിസ്ട്രിക്റ്റ് ആണിത്, അരുണാചൽ പ്രദേശില്. ബോംഡില സിറ്റി കാഴ്ചകളാട്ടോ അതൊക്കെ. സിറ്റി മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാണ്. അത് ആസാം ഭാഗത്തേക്ക് കേട്ടോ, തേസ്പൂർ ഭാഗത്തേക്കാണ്. ഇതാണ് തവാങ് ഭാഗത്തേക്ക്. ഇന്നലെ ബോംഡില ടൗണിലൊരു പമ്പിലാണ് താമസിച്ചത്. അവിടെ ടെന്റ് അടിച്ചു ഇന്നലെ. ബോംഡിലേന്ന് തവാങ്ങിന് പോണ വഴിയാട്ടത്. ചുരാണ്, വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ താഴത്തേക്ക് പോണം. ഇതാണ് റോഡ്. ഫുള്ള് വളഞ്ഞ് തിരിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിപ്പോണം. ഈ റൂട്ടൊക്കെ അടിപൊളിയാട്ടോ. കണ്ടില്ല, റോഡ് മുകളിൽ നിന്ന് ഇങ്ങനെ വളഞ്ഞ് പൊളഞ്ഞ് വരുന്ന റോഡാ. കണ്ടില്ലേ, ഇങ്ങനെ താഴത്ത് കൂടെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വളഞ്ഞ മലഞ്ചെരിവ് കൂടെ ഇങ്ങനെ പോണ റോഡ് കണ്ടില്ലേ. പൂര മഞ്ഞുമല കാണാം. കണ്ടില്ല, അവിടെ ആ മഞ്ഞുമലയാണ് കാണുന്നത്.
മഞ്ഞുമല കണ്ടില്ല ദൂരെ കാണുന്നത്. ചെരുവിലൊക്കെയാണ് ഓരോ വീടുകള്. റോഡ് കണ്ടില്ലേ, വളഞ്ഞ റോഡുകള്. കുറെ എണ്ണം ഫോട്ടോ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിരാങ്ങിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട് കേട്ടോ. ആ മൊണാസ്ട്രീന്റെ മുന്നിലാണ് ഇപ്പൊ എത്തിയിട്ടുള്ളത്. അപ്പൊ ആ മൊണാസ്ട്രി ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. തവാങ്ങിൽ പോണ വഴിക്കാണ് ഈ ദിരാങ് എന്ന് പറയുന്ന സ്ഥലം. ഇതാണ് ആ മൊണാസ്ട്രി. കണ്ടല്ലോ, ഇവിടെ മൊണാസ്ട്രി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ ഒരു ഗേറ്റ് കടന്ന് വന്നാല് ഇതാണ് മൊണാസ്ട്രി, ആ മുന്നിൽ കാണുന്നത്. ഇതുവരെ പ്രാർത്ഥനാ ശ്ലോകങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഇതാണ്. കണ്ടില്ലേ, കാറ്റിലിങ്ങനെ പാറിക്കളിക്കുന്നുണ്ടല്ലേ. ഒരു കൊടി, ഒരു മലഞ്ചെരുവിലാണിത്. ഇവിടുത്തെ ഏറ്റവും ഒരു കുന്നിന്റെ മുകളിലാണ്. ബാക്കിലൊക്കെ നല്ലൊരു മല കാണാം, പൈൻ മരങ്ങളൊക്കെ ആയിട്ട് കാണാം. ഇപ്പൊ പ്രാർത്ഥനയൊന്നുമില്ല. ചില മൊണാസ്ട്രികളിലൊക്കെ ചെല്ലുമ്പോൾ പ്രാർത്ഥനകളൊക്കെ ഉണ്ടാവലുണ്ട്. ഇന്നിവിടെ പ്രാർത്ഥനയൊന്നുമില്ല. ഇവരോരോ പ്രാർത്ഥനാ മന്ത്രങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചതാണ് ഇതില്. ഇത് കാറ്റിലിങ്ങനെ ഈ സ്ഥലങ്ങളിൽ മൊത്തം വ്യാപിക്കും എന്നുള്ള രീതിയിലാണ് ഇവര് ഉദ്ദേശിക്കുന്നത്. കണ്ടില്ലേ, പ്രാർത്ഥനാ ശ്ലോകങ്ങള്. ഇത് പല കളറിലായിട്ട് ഇങ്ങനെ കണ്ടില്ലേ, വെള്ള, ചുവപ്പ്, പച്ച, മഞ്ഞ, നീലൊക്കെ ആയിട്ട് പല കളറുകളിലും ഉണ്ട്. തൊട്ടപ്പുറത്തൊരു മല ഉണ്ട്. ആ മലയിലൊക്കെ കണ്ടില്ലേ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ. ആ ചെരുവില്, അതുപോലെ തന്നെ അവിടെ ഒരു മല ഉണ്ട്. അവിടെ ആ ചെരുവിലൊക്കെയാണ് വീട് വെച്ചിട്ടുള്ളത്. തവാങ്ങിലൊക്കെ പിന്നെ കൂടുതൽ ബുദ്ധിസാണ് ഉള്ളത്. ഇനി അങ്ങോട്ട് പോകുന്തോറും കൂടുതൽ ഇങ്ങനത്തെ മൊണാസ്ട്രികളും കാര്യങ്ങളുമാണ് കൂടുതലായിട്ട് കാണാനുണ്ടാവുക. ഇവിടെ നിന്ന് ഞാൻ അധികം സമയം കളയണില്ല, വേഗം തവാങ്ങിൽ പോണം. വണ്ടി ഇവിടെ വെച്ചാണ്. ഒരുപാട് ലോഡുണ്ട് വണ്ടിയിൽ. ആകെ ചളിയായിട്ടുണ്ട്. കുട്ടീൻ്റെ കേട്ടോ. ഇതൊന്ന് അതിലും കുറച്ച് വലുത്, ഇത് ഏറ്റവും ചെറുത്. ബോംഡിലേന്ന് ഇങ്ങോട്ട് ദിരാങ്ങിക്ക് 40 കിലോമീറ്റർ ഉള്ളത്. ദിരാങ്ങിന്ന് തവാങ്ങിക്ക് 135 കിലോമീറ്റർ ഉണ്ട്. ദിരാങ്ങിലെ ടൗണാണ് ഈ കാണുന്നത്. കുറച്ചും കൂടി താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോഴാണ് ദിരാങ് ടൗണിൽ എത്തിയിട്ടുള്ളത്. മുമ്പ് കണ്ടത് അവിടെ ചെറിയൊരു ടൗണും കൂടി ഉണ്ടായിരുന്നു, ആ മൊണാസ്ട്രീൻ്റെ തൊട്ട് താഴെയായിട്ട്. ഒരു ഇടുങ്ങിയ അങ്ങാടിയാണ് ഈ ദിരാങ് എന്ന് പറയുന്നത്. അധികം സ്ഥലങ്ങളൊന്നുമില്ല.
വളരെ ഇടുങ്ങി പിടിച്ച അങ്ങാടിയാണ്.